രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. പ്രതിവാര കേസുകളിൽ 22% വർധനവ്. കഴിഞ്ഞയാഴ്ച 29 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലും കർണാടകയിലും കേസുകൾ വർദ്ധിച്ചു. ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകളിൽ ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തുന്നു എന്നാണോ കണക്കുകൾ സൂചിപ്പിക്കുന്നത്? അസിത, തീർച്ചയായും. അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്. അതായത് നമുക്കറിയാം, ഈ പുതിയ വകഭേദങ്ങളൊക്കെ കണ്ടെത്തിയ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉയർന്നിരുന്നു. പിന്നീട് ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനം ഉണ്ടായിരിക്കുന്നതിന് ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതിദിന രോഗികളിൽ പോലും വലിയ രീതിയിൽ ഒരു വർധനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ കോവിഡ് കേസുകളിൽ വർധനവ് കാണിക്കുന്നത് മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലാണ്. നമുക്കറിയാം, കേരളത്തിലും വലിയ രീതിയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജാഗ്രത പാലിക്കണം, നിരീക്ഷണം ശക്തമാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം JN1 വകഭേദം കണ്ടെത്തിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആശങ്കയായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രതിദിന രോഗികൾ 800-ന് മുകളിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു ആശങ്ക സൃഷ്ടിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഒരു അവലോകന യോഗം സംസ്ഥാന ആരോഗ്യമന്ത്രിമാരുടെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിലെ സെക്രട്ടറിമാരെയും ഒക്കെ വിളിച്ച് ഒരു അവലോകന യോഗമൊക്കെ നടത്തിയിരുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നിരീക്ഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ ഈ വകഭേദം കണ്ടെത്തിയിരിക്കുന്നത് അത്ര വേഗത്തിൽ സ്പ്രെഡ് ആവുന്നതല്ല. അതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നൊക്കെയായിരുന്നു ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. അന്ന് ഈ അവലോകന യോഗത്തിൽ ഉൾപ്പെടെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യമായിരുന്നു, അതായത് ആശുപത്രികളിൽ മോക്ക് ഡ്രിൽ നടത്തണം. അതായത് 3 മാസത്തിൽ ഒരിക്കൽ ആശുപത്രികളിൽ മോക്ക് ഡ്രിൽ നടത്തണമെന്നും അതുപോലെ തന്നെ പരിശോധന, നിരീക്ഷണം എന്നിവ ശക്തമാക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യ മന്ത്രാലയം നൽകിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കോവിഡ് വർദ്ധിക്കുമ്പോഴും നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് കോവിഡ് കൂടിയ സാഹചര്യത്തിൽ എന്തൊക്കെ നിരീക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നോ പ്രതിരോധിക്കാനായിട്ട് എടുത്തിരുന്നത്, അതൊക്കെ തന്നെ തുടരാൻ തന്നെയാണ് ഇപ്പോഴും ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ, അതായത് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ട കാര്യങ്ങൾ സ്വയമേ എടുക്കണം, അതിനുള്ള ജാഗ്രത പുലർത്തണമെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. എന്തായാലും 8 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് കോവിഡ് കേസുകളിൽ വർധനവ് രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ്. പ്രതിദിനം 800-ന് മുകളിലാണ് രോഗികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അസിത, ജിൽബി തോംസനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇടവേളയ്ക്ക് ശേഷം ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ കോവിഡ് കണക്കുകൾ വർദ്ധിക്കുന്നു രാജ്യത്ത്.